ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ നിർദ്ദേശങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ട് എഴുതിയാൽ മതി. ഇവിടെ നോക്കിയേ, 1 എ വിക്കിയുടെ അപ്പുവിൻ്റെയും സംഭാഷണ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഈ ചോദ്യം ഗ്രാമജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നഗരജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. ഗ്രാമജീവിതത്തിൻ്റെയും നഗരജീവിതത്തിൻ്റെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി കൂട്ടുകാരൊരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എ ചോദ്യമാണ്. അടുത്ത ബി നോക്കിയേ, പീലിയുടെ ഗ്രാമത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് കൂട്ടുകാരെ എടുത്തെഴുതുക. അല്ലെങ്കിൽ അടുത്ത് നോക്കിയ കൂട്ടുകാരെ ബി ചോദ്യമാണ്. മീനുവിനെ പോലെ ശാരീരിക പരിമിതികൾ നേരിടുന്ന കുട്ടികളെ നമുക്ക് പരിചിതമാണല്ലോ. ജീവിതത്തിലെ സന്തോഷാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. കുടുംബത്തിലും സ്കൂളിലും സമൂഹത്തിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സന്തോഷാനുഭവങ്ങൾ പങ്കുവച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത് ബി ചോദ്യം, അടുത്ത് വീണ്ടും പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ച സന്തോഷാനുഭവങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതും കൃഷിയുടെ ആരംഭവും ആദിമ മനുഷ്യരുടെ ജീവിത പുരോഗതിയിലെ സുപ്രധാന ഘട്ടങ്ങളാണ്. ചോദ്യം, തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ കൂട്ടുകാർ ഇത് മനുഷ്യരുടെ ആധുനിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, കൃഷി രീതിയെക്കുറിച്ച് പഠിച്ചു, അവർ തീ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ആ രീതികളെ കുറിച്ച് കൂട്ടുകാരൊരു കുറിപ്പ് തയ്യാറാക്കുക. ബി ചോദ്യം, ആദ്യകാല മനുഷ്യൻ കൃഷിയിടങ്ങൾക്ക് സമീപത്താണ് സ്ഥിരവാസം ആരംഭിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ ഫലമായി ഉണ്ടായ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതണം. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ബി ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നു. സി ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. ഡി കൂടുതൽ വിശ്രമ സമയം കിട്ടി. ആൻസർ ബി ആണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, വാർത്താ തലക്കെട്ട് നോക്കണം കേട്ടോ. ഇവിടെ 2 വാർത്തകൾ തന്നിട്ടുണ്ട്. അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം. അടുത്ത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തന പദ്ധതി ലക്ഷ്യത്തിലേക്ക്. ഈ ചോദ്യം നോക്കിയേ, ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്കൂളിൽ നടക്കുന്ന പ്രസംഗത്തിൽ അവതരിപ്പിക്കാൻ ആശയങ്ങൾ കൂട്ടുകാർ കണ്ടെത്തുക. ബി ചോദ്യം, തന്നിരിക്കുന്നവയിൽ ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഒക്ടോബർ 31 ഉണ്ട്, 2 ഉണ്ട്, 16 ഉണ്ട്, 24 ഉണ്ട്. അടുത്ത് നോക്കിയ 4ാമത്തെ ചോദ്യം, പത്രവാർത്ത ശ്രദ്ധിക്കുക കൂട്ടുകാരെ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IT സംരംഭകൻ മലയാളിയായ ആദിത്യൻ രാജേഷാണ്. ഈ ചോദ്യം നോക്കിയേ, സ്വയം തൊഴിൽ സംരംഭകനായ ആദിത്യൻ രാജേഷിനെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും കൂട്ടുകാർക്ക് ചോദിക്കാനുണ്ടാവുക? ചോദ്യാവലി, അതായത് അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഇവിടെ വ്യക്തിക്ക് ഒറ്റയ്ക്ക് അവരുടെ സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ബി സ്വയം തൊഴിൽ സംരംഭത്തിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. സി സ്വയം തൊഴിൽ സംരംഭത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് തൊഴിലാളിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതില്ല. ഡി സ്വയം തൊഴിൽ സംരംഭത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് ആ സംരംഭത്തിൻ്റെ ഉടമസ്ഥൻ. അടുത്ത 5ാമത്തെ ചോദ്യം നോക്കിയേ, ഇതിലും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 5 കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ചോദ്യമുണ്ട്. ഉപചോദ്യം നോക്കിയേ, വസ്ത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തന്നിട്ടുള്ള ആശയങ്ങൾ വളർച്ചാ ഘട്ടങ്ങൾ അനുസരിച്ച് ശരിയായ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൂട്ടുകാർ ശരിയായ ക്രമത്തിൽ എഴുതുക. അടുത്ത നോക്കിയ ബി ചോദ്യം, വസ്ത്രനിർമ്മാണ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. കൂട്ടുകാർ വായിച്ചതിന് ശേഷം ശരിയായവ കണ്ടെത്തി എഴുതുക. 5A അല്ല കൂട്ടുകാർ എഴുതുന്ന ബി ആണെങ്കിൽ നോക്കിയേ, 5B വസ്ത്രനിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനായി വസ്ത്രനിർമ്മാണശാല സന്ദർശിച്ച കുട്ടികൾ അവിടെ ഉപയോഗിക്കുന്ന വിവിധ തരം നാരുകളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയേ.
പോളിസ്റ്റർ, നൈലോണ്, പട്ടുനൂല്, കമ്പിളി, ചണം, റയോൺ, പരുത്തി, മുടാൻ. എന്താ ചെയ്യേണ്ടത്? വിവിധ തരം നാരുകളെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായിട്ട് ക്രമീകരിക്കണം. പ്രകൃതിദത്ത നാരുകളുമുണ്ട്, കൃത്രിമ നാരുകളുമുണ്ട്. അവ പട്ടികപ്പെടുത്തുക കേട്ടോ. അതിൽ തന്നെ ബി ചോദ്യമുണ്ട്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തി എഴുതുക. അടുത്ത് നോക്കിയേ 6ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന കാർട്ടൂൺ നോക്കിയേ കൂട്ടുകാരെ. ഇവിടെ 2 പേരുടെയും വരുമാന സ്രോതസ്സുകൾ നോക്കി കണ്ടില്ലേ? ഒരാൾക്ക് കൃഷിപ്പണിയാണ്, മറ്റൊരാൾ ബാങ്കിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കണം കണ്ടോ. എവിടെ എന്തൊക്കെയാണ് സ്രോതസ്സുകൾ, വരുമാനത്തിന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് കൂട്ടുകാരിവിടെ എഴുതുക. ബി ചോദ്യം. താഴെ പറയുന്ന വരുമാന സ്രോതസ്സുകളെ ആസ്തികൾ, തൊഴിലുകൾ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 കോളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് ഒരുമിച്ച് കാണാം. താങ്ക്